Sources of water. Sources of water can be classified as surface water and groundwater. Oceans, rivers, lakes, and black waters are the sources of surface water. The water level in these are very shallow. Well, ponds, two wells are the sources of groundwater. ജലസ്രോതസ്സുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സർഫസ് വാട്ടർ എന്നും ഗ്രൗണ്ട് വാട്ടർ എന്നും. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ ഇവയൊക്കെ സർഫസ് വാട്ടറിന് ഉദാഹരണങ്ങളാണ്. ഇവയുടെ വാട്ടർ ലെവൽ ഭൂമിയുടെ സർഫസിനോട് അടുത്തായിരിക്കും. കിണറുകൾ, കുളങ്ങൾ, കുഴൽക്കിണറുകൾ എന്നിവയാണ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ സോഴ്സസ്. ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഗ്രൗണ്ട് വാട്ടർ ഓർ വാട്ടർ ബിലോ ദ ഗ്രൗണ്ട്. Raindrops percolate into the tiny pore spaces of soil and collect it there. There are numerous pore spaces in soil. മഴയിലൂടെയാണ് മണ്ണിൽ ജലം എത്തുന്നത്. ഈ മണ്ണിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. ഈ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ജലം കിളിഞ്ഞിറങ്ങി അവിടെ ശേഖരിക്കപ്പെടുന്നു. Porosity is the term for porous state. Clay is an example for porous material. സൂക്ഷ്മ സുഷിരങ്ങളുടെ അവസ്ഥയാണ് പോറോസിറ്റി അല്ലെങ്കിൽ സുഷിരത എന്ന് പറയുന്നത്. പോറസ് ആയിട്ടുള്ള ഒരു പദാർത്ഥമാണ് ക്ലേ അഥവാ കളിമണ്ണ്. അണ്ടർ നോർമൽ കണ്ടീഷൻ ദീസ് പോർസ് വിൽ ബി ഫിൽഡ് വിത്ത് എയർ. ദീസ് പോർസ് വിൽ ബി ഫിൽഡ് വിത്ത് വാട്ടർ വെൻ റെയിൻ occurs. Some rocks are also porous. Such rocks can be absorb more water. സാധാരണ മഴയില്ലാത്ത സമയങ്ങളിൽ ഈ പോറുകളിൽ, അതായത് ഈ സൂക്ഷ്മ സുഷിരങ്ങളിൽ വായു നിറഞ്ഞിരിക്കും. എന്നാൽ മഴയിലൂടെ ഈ സൂക്ഷ്മ സുഷിരങ്ങളിൽ ജലം നിറയും. മണ്ണിൽ മാത്രമല്ല ജലം നിറയുന്നത്. ഇങ്ങനെ ജലം നിറയ്ക്കാൻ കഴിവുള്ള റോക്സ് അഥവാ കല്ലുകൾ ഓർ ശിലകൾ നമുക്ക് ലഭ്യമാണ്. ഈ കല്ലുകൾക്ക് കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യാൻ സാധിക്കും. But water will be available only at the spaces where the pores in the rocks are interconnected. This is due to the fact that water can move through these pores. The quality of rocks is known as permeability. എന്നാൽ ശിലകളിൽ ഈ സൂക്ഷ്മ സുഷിരങ്ങൾ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ശിലകളിൽ മാത്രമേ ജലം ശേഖരിക്കപ്പെടുകയുള്ളൂ. കാരണം ജലത്തിന് ആ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കും. ഈ സവിശേഷതയെ പറയുന്ന പേരാണ് പെർമിയബിലിറ്റി. All porous material need not have permeability. For example, clay has high porosity but low permeability. This means that it will not permit water to pass through. എല്ലാ പോറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുഷിരങ്ങളുള്ള മെറ്റീരിയൽസും പെർമിയബിൾ ആവണമെന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് ക്ലേ. കളിമണ്ണിന് പെർമിയബിലിറ്റി കുറവാണ്, എന്നാൽ പോറോസിറ്റി കൂടുതലാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് പാടങ്ങളിൽ ജലം കെട്ടി നിൽക്കുന്നതെന്ന്. Nature has arrangements to store rainwater for rainless periods. Water scarcity will be result if we disrupt the chances of water to percolate into ground. ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം മഴയില്ലാത്ത കാലഘട്ടത്തിലേക്ക് ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനം പ്രകൃതി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ജലത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമ്മൾ തടസ്സപ്പെടുത്തുന്നതിലൂടെയാണ് ജലദൗർലഭ്യം നമുക്ക് അനുഭവപ്പെടുന്നത്. കിണറുകൾ നിർമ്മിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കുമായിട്ട് നമ്മൾ കുഴികൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ആഴം കൂടുന്തോറും മണ്ണിൻ്റെ നനവ് കൂടുന്നതായി കാണാറില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയാമോ? The soil moisture increase with the depth. Water fill in the pores of the rocks, fill up the pits through percolation. The abundance of water is because of the fact that all the pores in the zone is filled with water. The surface of water-rich part beneath the ground is known as water table. The water stored beneath of the ground is underground water. എല്ലാ സുഷിരങ്ങളും ജലം കൊണ്ട് നിറയുന്ന ഭാഗമാണ് വാട്ടർ അബണ്ടൻസ് അല്ലെങ്കിൽ ജലസമൃദ്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് വാട്ടർ ടേബിൾ. ഇനി ഭൂമിക്കടിയിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ. What is aquifers? Water that percolate through the topsoil will be collected in the pore spaces of the soil and gaps in the rocks. Such storage spaces are called aquifers. The water which are drawn from the well is form of such sources. ഇതിൽ നിന്നും ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും അല്ലെങ്കിൽ പാറകളിലും ശേഖരിക്കപ്പെടുന്നു. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന നീരുറവകളാണ് അക്വിഫേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് നമുക്ക് കിണറുകളിൽ ലഭിക്കുന്നത്. Do you know what is hot springs?
Yes, this is a picture of hot springs. At some places, hot water flows out from the interior of the earth to form springs. They are called hot springs. Such springs are common in Himalayan valleys. പലയിടങ്ങളിലും ഭൂമിക്കുള്ളിൽ നിന്ന് ചൂട് നീരുറവകൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട്. ഇങ്ങനെ ഒഴുകുന്ന ചൂട് നീരുറവകളുടെ പേരാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. This is a picture of oasis. A place where fresh water is available in the desert are called oases. The settlements in the desert are centered around the oasis. മരുഭൂമിയിൽ ജലലഭ്യതയുള്ള ഇടങ്ങളാണ് ഓയാസിസ് അഥവാ മരുപ്പച്ച. ഈ മരുപ്പച്ചയെ കേന്ദ്രീകരിച്ചായിരിക്കും മരുഭൂമിയിലെ ജനവാസ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നത്.